ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫോക്കസ് സ്റ്റഡി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിലെ മെയിൻ ആയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ചാപ്റ്റർ മൊത്തം പഠിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിനകത്ത് പഠിക്കാനുള്ളത് മീൻ ആണ്. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെറ്റ് നമ്പേഴ്സിന്റെ ആവറേജ് അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ വാല്യൂ, അതാണ് നമ്മൾ മീൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ മീൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? മീനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് സം. അതായത് നമുക്കിപ്പോൾ ഒരു സെറ്റ് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ മൊത്തം സമ്മും ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട്, അതാണ് അങ്ങനെയാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ മിഡിൽ വാല്യൂ. തന്നിരിക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ സെന്റർ അല്ലെങ്കിൽ മിഡിൽ കിടക്കുന്ന ഒരു വാല്യൂ ആണ് മീഡിയൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു സെറ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കിട്ടിയ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അത് ചെറുത് മുതൽ വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതിനുശേഷം അതിന്റെ നടുക്കിൽ കിടക്കുന്ന മിഡിൽ വാല്യൂ ഏതാണോ അതാണ് അതിന്റെ മീഡിയൻ. ഓക്കെ, പിന്നെ നമുക്ക് മീഡിയൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓഡ് നമ്പേഴ്സുമായിട്ടും ഈവൻ നമ്പേഴ്സുമായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ് ഓഡ് ആണെന്ന് വെക്കി. ഒരു 9 നമ്പർ തന്നു. 9 ഓടാണല്ലോ. 9 നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്നതിന്റെ നടുക്കിൽ കിടക്കുന്ന ഏതാണോ അതെടുത്ത് എഴുതുക. ഇതിപ്പോ 9 ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോ ഇതൊരു എന്താ പറയുക, ഒരു 25 നമ്പറോ ഒരു 99 നമ്പറൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇരുന്ന് എണ്ണാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു ഫോർമുലയാണിത്, n+1/2. അതായത് നമുക്കിപ്പോ കറന്റ് ഒരു 25 നമ്പർ തന്നിട്ടുണ്ടെന്ന് വെക്കി. അതിന്റെ മീഡിയന്റെ പൊസിഷൻ, എത്രാമതാണ് മീഡിയൻ കിടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ്, അല്ലെങ്കിൽ നമുക്ക് എത്ര നമ്പർ ആണോ ഉള്ളത് ആ നമ്പറിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ കറന്റ് ഇവിടെ ഒരു കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ മീഡിയൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ ഈ നമ്പേഴ്സിന് എഴുതണം. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിന്റെ n+1/2 വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ ചെയ്യാം? ഇവിടെ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട് ആദ്യം എണ്ണ. ഇവിടെ 9 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ n ഇവിടെ 9 ആണ്. therefore 9+1/2 അത് എത്ര വരും? അത് 5 ആണ് അതിന്റെ ആൻസർ. അതായത് 5th പൊസിഷനിൽ കിടക്കുന്നതായിരിക്കും ഇതിലെ മീഡിയൻ. ഇവിടെ അഞ്ചാമത് ഏതാ കിടക്കുന്നത്? ഇവിടെ അഞ്ചാമത് കിടക്കുന്നത് 8 ആണ്. അപ്പൊ ഇവിടുത്തെ മീഡിയൻ എന്തായിരിക്കും? 8. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് മീഡിയൻ അല്ല, മീഡിയന്റെ പൊസിഷൻ ആണ്. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഓഡ് നമ്പർ ആണ്, നമുക്ക് ഇത് വേണമെന്നേ ഇല്ല. ജസ്റ്റ് 9 ഉണ്ട്, അതിന്റെ കറക്റ്റ് സെന്റർ 8 നമുക്ക് കണ്ടുപിടിക്കാം. 5 ആണെങ്കിൽ അതിന്റെ 3-ാം സ്ഥാനത്ത് കിടക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി ഈവൻ നമ്പർ ആണെങ്കിലോ? ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്കൊരു കറക്റ്റ് മീഡിയൻ അല്ലെങ്കിൽ സെന്റർ മിഡിൽ വാല്യൂ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഇതുപോലൊരു വലിയ ഇക്വേഷൻ ഉണ്ട്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്താണ് സംഭവം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ n/2 എന്ന് പറയുന്നത്, n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈവൻ അവർ 24 നമ്പർ ഉണ്ട്, വേണ്ട ഒരു 10 നമ്പർ ഉണ്ട്. അപ്പൊ n/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10/2 5-ാം സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ പ്ലസ് n/2 + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? n/2 5ആണല്ലോ, അപ്പൊ 5ന്റെ അപ്പുറത്ത് കിടക്കുന്നത് 5 + 1 6. അതായത് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ മിഡിൽ കിടക്കുന്ന രണ്ട് നമ്പർ, അതിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാട്ടോ. ഇപ്പൊ നമുക്കിവിടെ കറന്റ് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ 8 നമ്പേഴ്സ് ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ നമ്മൾ നേരെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് 8 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ n എന്താണ്? 8 ആണ്. അപ്പൊ n/2 എന്ന് പറയുമ്പോൾ 8ന്റെ പകുതി 4, 4-ാം സ്ഥാനത്ത് കിടക്കുന്നതാണ് 6. 4-ാം സ്ഥാനത്ത് കിടക്കുന്നതാണ് 6. ഇനി n/2 + 1 വെച്ച് കഴിഞ്ഞാലോ? n 8 ആണ്, n/2 4 + 1 5-ാം സ്ഥാനത്ത് കിടക്കുന്നത്, 5th പൊസിഷനിൽ കിടക്കുന്ന ഏതാണ്? 18 ആണ്. സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഈവൻ നമ്പേഴ്സിന്റെ മിഡിൽ ആയിട്ട് കിടക്കുന്ന രണ്ടെണ്ണമാണ് ഈ 6-ഉം 18-ഉം. ഇതിന് രണ്ടിന്റെയും ആവറേജ് കണ്ടുപിടിക്കാം. അതായത് മീഡിയൻ, അതായിരിക്കും മീഡിയൻ. അവിടെ പൊസിഷൻ ഇല്ല, നമ്മൾ പൊസിഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും മീഡിയൻ. അപ്പം മീഡിയൻ എന്ന് പറയുന്നത് 6 + 18/2 എത്ര വരും? 12 വരും. ഇതിന്റെ മീഡിയൻ 12 ആണ്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ അഹിരത് ഇൻ ലോങ് ജംപ് പ്രാക്ടീസ് ആർ 6.10, 6.20, 6.18, 6.20, 6.25, 6.21, 6.15 ആൻഡ് 6.10. അപ്പൊ
എന്താ പറഞ്ഞിട്ടുള്ളത്? അഹിരത്ത് എന്ന് പറഞ്ഞ ഒരു കുട്ടി ലോങ് ജമ്പില് എന്താ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതെല്ലാം മീറ്ററിലാണ്. നമ്മുടെ പറഞ്ഞിട്ടുള്ളത് ഈ ഡിസ്റ്റൻസിന്റെ മീനും മീഡിയനും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ നമുക്കറിയാം എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുക നമുക്കറിയാം. നോക്ക്, ഇവിടെ 6.10യും 6.20 ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം കൂടെ കൂട്ടുക. ഓക്കെ, ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക? മീൻ എന്ന് പറയുന്നത് ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് സം. ഇവിടുത്തെ ടോട്ടൽ സം എന്ന് വെച്ചാൽ എല്ലാ നമ്പറും കൂടെ ആഡ് ചെയ്യുക ബൈ എത്ര നമ്പർ ഉണ്ട്, 8 നമ്പർ ഉണ്ട്. സോ ടോട്ടൽ സം ആ നമ്പേഴ്സ് ആഡ് ചെയ്യുക ബൈ 8. എത്ര കിട്ടും അത്? 49.39 ബൈ 8. അത് എത്ര വരും? 6.17 മീറ്റർ. ഇതാണ് ഇവിടത്തെ മീൻ. ഓക്കെ, ഇനി മീഡിയൻ. ഇതൊരു ഈവൻ നമ്പർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ആദ്യം കിട്ടിയ ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പോഴും നോക്കുക, അതാ ഒരേപോലത്തെ വരുന്നതൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതിക്കോ, അത് നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിന്റെ മീഡിയൻ കണ്ടുപിടിക്കുക. ഇത് ഈവൻ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിന്റെ സെൻട്രൽ വാല്യൂസ് 8 ആണ് മൊത്തം ഉള്ളത്. അപ്പം 8/2 4 ഏതാ? ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്നത് 6.18. ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് 6.20. അതിന്റെ ആവറേജ് കാണാം. എത്രയായിരിക്കും അത്? 6.19. ഇതാണ് ഇതിന്റെ മീഡിയൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാ. മനസ്സിലായില്ലേ? ഇനി ഇത് ടേബിൾ വൈസ് തരും, ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ടേബിൾ തരും. ഇത് ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയതിന്റെ റിസൾട്ട് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഹീമോഗ്ലോബിന്റെ ലെവൽ ആണ് തന്നിട്ടുള്ളത്. അത് നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് വാല്യൂസ് മാത്രം മതി. ഇവിടെ എന്താ മെയിൻലി പറഞ്ഞിട്ടുള്ളത്? 12.0 എന്ന ലെവൽ ഹീമോഗ്ലോബിൻ ഉള്ള 2 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. അതുപോലെ 12.4 വരുന്ന 3 കുട്ടികളുടെ ബ്ലഡിന്റെ ലെവൽ 12.4 ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ ഇതിനൊരു അപ് ടു ടേബിൾ ആക്കി മാറ്റണം. അതായത് ഇതുപോലത്തെ ഒരു ടേബിൾ ആക്കി മാറ്റണം. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ് ടു 12.0 എന്ന് പറയുമ്പോൾ 12.0 വരെ എത്ര കുട്ടികൾക്ക് ബ്ലഡ് ആ ലെവൽ ഉണ്ട്? 2 പിള്ളേർക്ക്. എന്നാൽ 12.4 12.4 വരെ എന്ന് പറയുമ്പോൾ ഈ 12.0 ഒക്കെ അതിൻ്റെ ഉള്ളിൽ പെടും. കാരണം ഇപ്പൊ സ്റ്റാർട്ടിങ് ഈ 0 ആണ് സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 12.4 വരെ എന്ന് പറയുമ്പോൾ ഈ 12.0 ഉള്ള പിള്ളേർക്കൊക്കെ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വരുമല്ലോ. അപ്പൊ നമ്മള് ഈ 2 + 3 5 ആണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പൊ ഇതിങ്ങനെ മനസ്സിലായില്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ നമ്മൾ 12.0 എടുക്കുമ്പോൾ 2 എന്ന് എഴുതി, ഇനി അടിയത്തെ എടുക്കുമ്പോൾ ഇത് രണ്ടും കൂട്ടി 5 എന്ന് എഴുതി. ദെൻ 12.7 എടുക്കുമ്പോൾ ഈ 2 + 3 5 + 5 10. അങ്ങനെ കൂട്ടി കൂട്ടി എഴുതുക. ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ് ടു 13.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.1 വരെ എത്ര ആ ഒരു നമ്പറിന്റെ ഉള്ളിൽ എത്രയൊക്കെ ആൾക്കാരുടെ ബ്ലഡ് വരുന്നു അവരെ മൊത്തം എണ്ണി എഴുതണം. 2 പിള്ളേർക്ക് 12ഉം 3 പിള്ളേർക്ക് 12.4 ആകുമ്പോൾ ഈ 5 പിള്ളേരും 12.4 തന്നെ വരുമല്ലോ. അങ്ങനെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ടേബിൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാ കാര്യങ്ങള്. നമ്മൾ ഡയറക്റ്റ്ലി ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് മൊത്തമുള്ള പിള്ളേര് 25 ആണ്. ഇത് മൊത്തം എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് 25 കിട്ടും. സോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 25 ആണ്. പ്ലസ് 1/2 വാല്യൂ കണ്ടുപിടിക്കും. അത് എത്ര വരിക? അത് 13 ആണ്. അതായത് 13 കിട്ടിക്കഴിഞ്ഞാൽ 13ാം സ്ഥാനത്ത് കിടക്കുന്ന കുട്ടിയുടെ ബ്ലഡ് എത്രയാണ് അല്ലെങ്കിൽ ലെവൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരെ ഈ 13 എവിടെ വരും നോക്കുക. 13 വരുന്നത് 10ന്റെയും 16ന്റെയും ഇടയിലാണ് അല്ലെ? അപ്പൊ നമുക്ക് 2 വാല്യൂ കിട്ടി, 12.7 കിട്ടി, 13.1 കിട്ടി. ഇതിൽ ഏതായിരിക്കും നമ്മൾ എടുക്കുക? സിംപിളി ആലോചിച്ച് നോക്ക്. 13 എന്ന് പറയുന്നത് 10 വരെയുള്ള പിള്ളേരുടെ അല്ലല്ലോ, 10നേക്കാളും വലുതല്ലേ 13. എന്നാൽ 13 16നേക്കാളും ചെറുതാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി 13.1 ആയിരിക്കും മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്. കാരണം 12.7 എടുത്തു കഴിഞ്ഞാൽ അതിൽ 13 വരില്ലല്ലോ, 10 വരെയല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ താഴത്തെ എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ 13.1 ആണ് മീഡിയൻ. ഓക്കെ, ഇനി അടുത്തത് ക്ലാസസ് ആൻഡ് മീഡിയൻ. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? ഒരു എന്താ പറയുക, ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ കുറച്ച് വർക്കേഴ്സ്, കുറച്ച് ആൾക്കാരുടെ ശമ്പളമാണ് തന്നിട്ടുള്ളത്, ഡെയിലി വേജ്. പക്ഷെ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? 500 വരെ പൈസ കിട്ടുന്നത് 6 പേർക്ക് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് അല്ല, ജസ്റ്റ് ഒരു അസംഷൻ പോലെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം എന്നറിയോ? ഇതുപോലത്തെ ഒരു എന്താ പറയുക ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആക്കി മാറ്റണം. അത് ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി.
ഇതൊരു ടെക്നിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് കോൺസെപ്റ്റ് അധികം അറിയാൻ പോണ്ട, കാരണം അത് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ 400 വിടുക. ഫസ്റ്റ് വൺ നമുക്ക് വേണ്ട. 500 മുതൽ താഴെ 1000 1000 വരെയുള്ളത് മൊത്തം ബിലോ എന്ന് പറഞ്ഞിട്ട് എഴുതുക. കണ്ട, ബിലോ 500 600 700 നമ്മൾ 400 എഴുതില്ല, അതിന്റെ അപ്പുറത്തുള്ളത് ഈ സൈഡ് മൊത്തം ബിലോ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇത് എത്രയാണോ അത് അങ്ങനെ അപ്പുറത്തേക്ക് എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബിലോ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കിട്ടി, അതുപോലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കിട്ടി. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ എഴുതുക, മൊത്തം എത്ര പേരുണ്ടെന്ന് എഴുതുക 41. ഇനി ചെയ്യേണ്ടത് നമ്മൾ അപ് ടു ടേബിൾ എങ്ങനെയാണ് ചെയ്തത് അതേപോലെയാണ് ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. അതായത് ബിലോ 500 എന്ന് പറയുമ്പോൾ 6, ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്. ഇനി ബിലോ 600 എന്ന് പറയുമ്പോൾ 6 + 7 30. ഇനി ബിലോ 700 എന്ന് പറയുമ്പോൾ ഇത് മൊത്തം കൂട്ടുക 23. ഓക്കെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സെയിം സ്റ്റെപ്പ് ഇവിടുത്തെ ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇവിടുത്തെ മീഡിയം നമുക്ക് n+1 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് ചെയ്യാം. നമ്പർ ഓഫ് വർക്കേഴ്സ് 41 ആണ്. therefore n+1/2 എത്ര വരും? 21 എന്ന് പറയും. അതായത് 21st പൊസിഷനിൽ കിടക്കുന്ന ആളുടെ മറ്റേ ഡെയിലി വേജ് ആണ് ഇവിടുത്തെ മീഡിയൻ. ഇവിടെ എവിടെ ആയിരിക്കും 21ാമത്തെ പൊസിഷൻ വരിക? 13ന്റെയും 23ന്റെയും ഇടയിലായിരിക്കും എന്ത് വരിക? 21st പൊസിഷൻ വരിക. എന്നാ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂ? ഇപ്പൊ നമ്മൾ എങ്ങനെ പറയാം? 700 അല്ലെങ്കിൽ ബിലോ 700 എന്ന് പറയാൻ പറ്റൂ? ഇല്ല, നമുക്ക് ഒരു ഫിക്സ്ഡ് നമ്പർ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണണം. ജസ്റ്റ് ടേം ആയിട്ടും ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പൊസിഷൻ ആയിട്ടും എടുക്കാൻ പറ്റും. അങ്ങനെ വേണം എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഈസി ആയിട്ട് കാണാം. എങ്ങനെ കാണുക? ദ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എത്ര വരും? 10 വരും. ഒന്നുമില്ല, നമുക്ക് കോമൺ ഡിഫറൻസ് 10 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. നമുക്ക് മൊത്തം ഈ പറഞ്ഞ ഇതിപ്പോ 700 ആകുമ്പോ ഓക്കെ, ഇതൊരു 1000 ആണെങ്കിലോ അത്ര എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആ പണിക്ക് നിൽക്കണ്ട. പകരം ഈ 600 എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ 610 ആണല്ലോ വരിക. ഈ 610ന്റെയും 600ന്റെയും ഇടയിൽ വരിക. അപ്പൊ 605 എന്നുള്ളത് 13 കഴിഞ്ഞിട്ട് വരുന്ന 14th ടേം ആയിട്ട് എടുക്കുക. ഇത്തിരി കൺഫ്യൂസിങ് ആണ് സ്റ്റിൽ. നമുക്ക് കിട്ടണം, നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് 10 ആണ്, അതിന്റെ പകുതി 5 ആണ്. ഇവിടെ നിന്ന് 5 കൂട്ടുക, 605 കിട്ടി. അത് 14th. ഇവിടെ എത്രയാണ് നമ്പർ അതിന്റെ അപ്പുറത്തെ നമ്പർ ആയിരിക്കും ഇവിടെ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസും കിട്ടി, x14 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 21st പൊസിഷനിൽ കിടക്കുന്ന ടേം. അപ്പൊ നമ്മൾ സിംപ്ലി x21 കണ്ടുപിടിക്കുക. ഇതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉള്ളതാണ്. x21 - x14 എന്ന് പറയുന്നത് 7d ആണ്. നമുക്ക് ഇന്ന് സിംപ്ലി എന്ത് കണ്ടുപിടിക്കാം? x21 കണ്ടുപിടിക്കാം. x21 = x14 + 7d. അത് എത്ര വരും? 605 + 7 into കോമൺ ഡിഫറൻസ് എത്ര? 10. അപ്പൊ എന്ത് വരും? 605 + 70. ഇറ്റ് ഈസ് 675 ആണ് x21 നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമുക്ക് വേണ്ട മെത്തേഡ്. കാരണം വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഇതായിരിക്കും ഏറ്റവും ഈസി മെത്തേഡ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. ഇനി ഇതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സീക്വൻസ് മൊത്തം അങ്ങോട്ട് എഴുതി കൊടുക്കുക. 600 ആണ് ഇവിടെ ഉള്ളത്, 700 വരെ, കോമൺ ഡിഫറൻസ് 10. അങ്ങനെ നമ്മൾ സീക്വൻസ് ഫുൾ അങ്ങോട്ട് എഴുതി കൊടുത്തിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും മിഡിലായിട്ട് ഓരോ ടേം വെച്ച് എഴുതുക. ഇപ്പൊ നമ്മൾ 600 610 അതിന്റെ ഇടയിൽ വരുന്ന 605. അതായത് ഇപ്പൊ 10 ആണ് എടുത്ത ഡിഫറൻസ്, അതിന്റെ പകുതി 5. അതുപോലെ എല്ലാത്തിന്റെ ഇടയിൽ എഴുതി കൊടുക്കാം. ദെൻ ഈ ടേം x14 ആയിട്ട് എടുക്കുക. ഇവിടെ 14 വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 13 ആണ് തന്നിട്ടുള്ളത്, അതിന്റെ തൊട്ടപ്പുറത്തെ 14 വെച്ച് എഴുതുക. എന്നിട്ട് ഇത് 14 ആണെങ്കിൽ ഇത് എന്ത് വരും? ഇത് 15 16 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മൊത്തം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലിറ്ററലി കറക്റ്റ് കിട്ടും. x21 എത്രയാന്ന് കിട്ടും. ഇതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാനൊക്കെ പറ്റും. സ്റ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നത് മറ്റേ മെത്തേഡ് തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. മേഘ്ന.